നമസ്കാരം അമേരിക്ക. 4 വർഷത്തിന് ശേഷം പുറത്തിറങ്ങുന്ന ഒരു ലോക നേതാവ്. കൊറിയൻ ഭാഷയിൽ സൂര്യൻ എന്നർത്ഥമുള്ള തകൾക എന്ന പച്ച ട്രെയിനിൽ റഷ്യയിലെത്തിയ കിം ജോങ് ഉന്നിന്റെ മനസ്സിലിരിപ്പ് എന്താവും? വ്ളാഡിവോസ്റ്റോക്കിൽ പുടിനും കിമ്മും തമ്മിൽ 40 സെക്കൻഡ് ഹസ്തദാനം നടത്തിയപ്പോൾ അത് വൈറ്റ് ഹൗസിൽ ആശങ്ക പരത്തിയോ? പട്ടിണിപ്പാവങ്ങളായ തന്റെ ജനങ്ങളുടെ പരിവട്ടം മാറ്റുന്നതിലുപരി റഷ്യയിൽ നിന്ന് കിം കാണുന്ന നേട്ടമെന്ത്? പടിഞ്ഞാറിനോടുള്ള കടുത്ത വിരോധമെന്ന പൊതുവായ നൂൽച്ചരടാണോ പുടിനെയും കിമ്മിനെയും കോർത്തിണക്കുന്നത്? കിമ്മുമായുള്ള കൂട്ടുകെട്ടിൽ റഷ്യയുടെ ലക്ഷ്യമെന്താവും? പൊതുവെ എയ്റോഫോബിയ ഉണ്ടെന്ന് പറയപ്പെടുന്ന കിമ്മും കുടുംബവും നടത്തുന്ന ട്രെയിൻ യാത്രകളിൽ നിന്നും ഈ റഷ്യൻ യാത്ര എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഈ ചിത്രത്തിൽ ചൈനയുടെ സ്ഥാനം എവിടെ? ഇക്കണ്ട കഥകൾക്ക് പിന്നിൽ ഡൊണാൾഡ് ട്രംപ് രചിക്കുന്ന ഒരു തിരക്കഥ കൂടിയുണ്ടോ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കും ചിന്തിക്കുന്നത് ഈ വിഷയങ്ങളാണ്. ആയുധത്തിനോ ആണവായുധത്തിനോ? ഇന്നത്തെ എൻ്റെ അതിഥികൾ: US ഇന്ത്യ സെക്യൂരിറ്റി കൗൺസിൽ ഡയറക്ടർ രാജേന്ദർ ഡിച്ച്പള്ളി, കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടി അനുഭാവിയുമായ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടൂർ, കൺസർവേറ്റീവ് പാർട്ടി ആക്ടിവിസ്റ്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഫ്ലോറിഡ ലീ കൗണ്ടി കമ്മിറ്റി അംഗവുമായ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, കൊളംബിയ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയും സ്റ്റേറ്റൻ ഐലൻഡ് യങ് റിപ്പബ്ലിക്കൻ ക്ലബ് അംഗവുമായ ഷോൺ എബ്രഹാം എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്ക് ആദ്യം ശ്രീ വിൻസെന്റ് സേവ്യറിലേക്കാണ്. ശ്രീ വിൻസെന്റ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപും കിം ജോങ് ഉന്നും തമ്മിൽ ഒരു ഡീമിലിറ്ററൈസ് സോണിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തി. അവരെ വേർതിരിക്കുന്ന ഒരു ചെറിയ കോൺക്രീറ്റ് പാത ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും വളരെ അടുത്ത് ഹഗ് ചെയ്യുന്നു. ഡൊണാൾഡ് ട്രംപ് പറയുന്നു, ഇത്ര മനോഹരമായ സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള കാവ്യം രചിച്ചെനിക്ക് കിം ജോങ് ഉൻ നൽകിയിരിക്കുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഈ കിം ജോങ് ഉൻ റഷ്യയിലേക്ക് പോകുമ്പോൾ അമേരിക്കയ്ക്കൊരു ചങ്കിടിപ്പുണ്ട്. അപ്പോൾ ട്രംപിന് ഈ ഒരു തിരക്കഥ ട്രംപിൻ്റേതാണെന്ന് പറഞ്ഞാൽ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ എന്ത് പറയും? Thank you, Christina, for having me. Actually, it's the other way around. It is basically Trump came to change that screenplay that was written by the intelligence and the establishment in America. See, നമ്മൾ ഇന്ത്യയിൽ ജീവിച്ചു വളരുമ്പം എപ്പോഴും കേട്ടിട്ടുണ്ട് CIA എന്ന് പറയുന്ന ചെകുത്താനെ കുറിച്ച്, അല്ലെങ്കിൽ ഇവിടുത്തെ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റ് ലോകത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച്. അതൊന്നും മുഴുവനായിട്ട് ഇപ്പം ഞാനിപ്പോൾ 31 വർഷമായിട്ട് അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാളാണ്, ഒരു അമേരിക്കൻ സിറ്റിസനാണ്. പക്ഷെ ഞാൻ പറയുന്നു, അതൊന്നും മുഴുവനായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഈ ലോകത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും കാരണം പണ്ട് തുടങ്ങിയുള്ള അമേരിക്കയുടെ ആ ഒരു തിരക്കഥയാണ്. ട്രംപാണ് ആദ്യമായിട്ടൊരു പ്രസിഡന്റ് വന്നിട്ട് പറഞ്ഞത്, ഞാനത് ലിസൺ ചെയ്യാൻ പോകുന്നില്ല. ഐ വാണ്ടഡ് ടു മീറ്റ് വിത്ത് മൈ എനിമീസ്. ഐ വാണ്ടഡ് ടു ബി എ പേഴ്സൺ ഫോർ ദി അമേരിക്കൻ പീപ്പിൾ ആൻഡ് ഐ വാണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഐ ടേക്ക് കെയർ ഓഫ് അമേരിക്കാസ് ഇൻട്രസ്റ്റ്. ഇപ്പൊ CIA-യും ഈ എസ്റ്റാബ്ലിഷ്മെന്റും ഒത്തിരി അങ്ങോട്ട് വളർന്നു കഴിയുമ്പം അമേരിക്കയുടെ ജനങ്ങളുടെ ഇൻട്രസ്റ്റിലല്ല പിന്നെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ തിരക്കഥ മാറ്റിമറിച്ച് എഴുതാൻ ശ്രമിച്ചയാളാണ് പ്രസിഡന്റ് ട്രംപ്. ട്രംപിന്റെ തിരക്കഥ അനുസരിച്ചല്ല കിം ജോങ് ഉണ്ണും പുടിനും മുമ്പോട്ട് പോകുന്നത്. ഈ പുടിനും കിം ജോങ് ഉണ്ണും പറയുന്നതിനകത്തെല്ലാം പല കാര്യങ്ങളുണ്ട്, നമ്മൾ ലിസൺ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അമേരിക്ക പറയുന്നതും അമേരിക്ക ചെയ്യുന്നതും എല്ലാം എപ്പോഴും ശരിയാണ് എന്നുള്ള ഒരു ലെൻസിൽ കൂടി നോക്കുമ്പോഴാണ് അവർ ഭയങ്കര വില്ലന്മാരായിട്ട് മാറുന്നത്. ഇപ്പൊ തന്നെ യുക്രൈൻ യുദ്ധം എടുക്കാം. യാതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ് യുക്രൈനെ നേറ്റോയിൽ കയറ്റേണ്ട ഒരു സാഹചര്യത്തിനെ കുറിച്ച് അമേരിക്ക സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് അമേരിക്കയിലെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനും അമേരിക്കയിലെ എസ്റ്റാബ്ലിഷ്മെന്റിനും എപ്പോഴും റഷ്യൻ ഒരു എനിമിയായിട്ട് കീപ്പ് ചെയ്യണം, സോ ദാറ്റ് ദേ ക്യാൻ ഹാവ് ഡിഫൻസ് സ്പെൻഡിങ്, ദേ ക്യാൻ സെൽ ദെയർ nuclear and other armaments. They can keep on being active in the military power game so that they always remain relevant. ആ ഒരു തിരക്കഥയാണ് ട്രംപ് ആദ്യമേ തുടങ്ങി ഇന്റലിജൻസ് ബ്രീഫിംഗിന് പോവാതെ ചലഞ്ച് ചെയ്തത്. He is the first president who said, I am not going to these guys' meetings. I know what they talk all the time. Because they will portray a picture that America has to do this, America has to do that, otherwise everybody is going to take advantage of us. അനാവശ്യമായ ശത്രുത അത് പുടിനോടും കിം ജോങ് ഉണ്ണിനോടും ആരോടാണെങ്കിലും യാതൊരു ആവശ്യമില്ല. അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റം നന്നാക്കാനായിട്ട് അമേരിക്കയിലെ സിസ്റ്റം ഉള്ളതായിട്ടിരിക്കുമ്പോൾ നമ്മളെങ്ങനെ ലോകത്തിന് മുഴുവൻ പൊളിറ്റിക്കൽ സിസ്റ്റം നന്നാക്കാൻ നടക്കുന്നത്? സോ ബോട്ടം ലൈൻ ഇസ് ദിസ്: ഇത്
അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള തിരക്കഥ മാറ്റി എഴുതാൻ ശ്രമിച്ച ആളാണ് ട്രംപ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പൊ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം കൂടി അനുഭവിക്കുന്നത്. ഇവിടെ ഈ കിം ജോങ് ഉണ്ണും പുടിനും കൂടി ഉണ്ടായിട്ടുള്ള ആ ഒരു യോജിപ്പ് അത് ഇല്ലാണ്ടായില്ലെങ്കിൽ സത്യമായിട്ടും ലോകത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് ഇല്ലാണ്ടാക്കേണ്ട രീതി അവരോട് ശത്രുത പുലർത്തുകയോ അവരോട് എപ്പോഴും വാർ നടത്തിക്കൊണ്ടിരിക്കുകയോ അല്ല. അവരുടെ ജെന്യുവൻ ആയിട്ടുള്ള കൺസേൺസ് എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ലോകത്തിൽ. അപ്പോ എന്റെ കണക്കുകൂട്ടലിൽ ട്രംപ് ആണ് ഇതിനകത്തെ സ്കേപ്പി ഗോട്ട്. ട്രംപ് ഉണ്ടാക്കിയ നല്ല പോളിസി, ലോകത്തിനെ സമാധാനത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന പോളിസി, ലോകത്തിൽ വാറുകൾ കുറയ്ക്കാൻ പറ്റുന്ന, വാറുകൾ ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന ഒരു പോളിസി, അത് വീണ്ടും അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അവർ റഷ്യയായിട്ടും കിം ജോങ് ഉണ്ണുമായിട്ടും എല്ലാം എപ്പോഴും വാർ വേണം അല്ലെങ്കിൽ വാർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഹിസ്റ്റീരിയ അതാണ് ഇപ്പൊ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് എന്റെ ഒപ്പീനിയൻ. ശരി, അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടൂർ, ഇപ്പോൾ ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ പറഞ്ഞു വെക്കുന്നത് സമാധാനത്തിൻ്റെ ഒരു സ്നേഹഗാഥ രചിക്കാൻ ശ്രമിച്ച ഡൊണാൾഡ് ട്രംപ് വികൃതിക്കുട്ടിയായ കിം ജോങ് ഉന്നിനെയും യുദ്ധക്കൊതിയൻ എന്നൊക്കെ ലോകം വിളിക്കുന്ന വ്ളാഡിമിർ പുടിനെയും ഒക്കെ അവരുടെ ഒരു സൈക്കോളജി നമ്മൾ മനസ്സിലാക്കണം, അവരോട് വേറൊരു പോളിസിയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ വ്ളാഡിവോസ്റ്റോക്കിൽ കണ്ടുമുട്ടുമ്പോൾ റഷ്യൻ പ്രസിഡന്റിൻ്റെയും ഉത്തര കൊറിയൻ നേതാവിൻ്റെയും മനസ്സിലിരിപ്പ് എന്തായിരിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കിം ജോങ് ഉന്നും തമ്മിലുള്ള കൂടിക്കാഴ്ച, അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റിനെ കാണുവാൻ തന്റെ പച്ച ട്രെയിനിൽ കയറി റഷ്യയിലേക്കുള്ള യാത്ര, ഇത് ലോക മാധ്യമങ്ങളുടെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുവാൻ ലോക രാജ്യങ്ങൾ കിണഞ്ഞു ശ്രമിക്കുവാൻ പിടിക്കുമ്പോഴാണ് റഷ്യ ഉക്രൈൻ പിടിച്ചെടുക്കുവാനും അതിൽ നിന്ന് പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ. ഇതിനിടയിലാണ് കിമ്മിന്റെ റഷ്യൻ യാത്ര. ട്രംപും റഷ്യയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് എല്ലാവർക്കും അറിവുള്ളതാണ്. എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ സമാധാനത്തിന്റെ മാലാഖയായിട്ടൊന്നുമല്ല ട്രംപ് കിമ്മിനെ കാണാൻ ഒരിക്കൽ പോയത്. അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഒഴിവാക്കി നിർത്തും, അല്ലെ കമ്മ്യൂണിസവും ലെനിനിസവും ഒക്കെ ഒഴിവാക്കി നിർത്തുമ്പോൾ കമ്മ്യൂണിസത്തിന്റെ ഒരു ഈറ്റില്ലമായ ഉത്തര കൊറിയ, അതിന്റെ നേതാവായ കിം, ആ രാജ്യത്ത് ഒരു ഏകാധിപത്യമാണ്, അല്ലെങ്കിൽ ഒരു രാജഭരണമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് പട്ടിണിയും പരിവട്ടമാണ്. എങ്കിലും എല്ലാ ദിവസവും ഓരോ മിസൈൽ, നമ്മുടെ നാട്ടിൽ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്ന പോലെ അവിടെ എല്ലാ ദിവസവും ദീപാവലിയാണ്, പൊട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലോക സമാധാനത്തിന്റെ നേർക്കുള്ള വെല്ലുവിളിയല്ലേ നടത്തുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇന്ന് റഷ്യയിലേക്ക് പോയിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ സമാധാന ശ്രമത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, അതുപോലെ തന്നെ കിം വർഷങ്ങളായി ദക്ഷിണ കൊറിയക്കെതിരെ യുദ്ധം നടത്തുവാനായി ഉള്ള സർവ്വസന്നാഹങ്ങളും ആയുധങ്ങളും ലോകത്തു നിന്നും വാങ്ങിച്ചു കൂട്ടുകയും സ്വന്തമായി നിർമ്മിച്ചും തന്റെ ആയുധപ്പുര നിറച്ചിരിക്കുന്ന ഈ അവസരത്തിൽ അതൊക്കെ ഒരുപക്ഷെ തുരുമ്പെടുക്കാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ സുവർണാവസരം പോലെ കിങ്ങിന് ഈ ഒരു യുദ്ധം വീണ് കിട്ടുകയും ആ ആയുധങ്ങളെല്ലാം വിറ്റ് കുറച്ച് പണം ഉണ്ടാക്കുവാൻ ഒരവസരം കിട്ടുകയും അതിനു വേണ്ടിയിട്ട് റഷ്യയിൽ പോവുകയും ആ ആയുധം വിൽക്കുക മാത്രമല്ല, അദ്ദേഹത്തിന് അവിടെ നിന്നും ന്യൂക്ലിയർ പോർമുനകളും സ്പേസ് ടെക്നോളജിയും അങ്ങനെയുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകളും റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉക്രൈനെ പോലെ യാതൊരു ലോക സമാധാനത്തെ കുറിച്ച് ചിന്തകളോ നീതിബോധമോ ഇല്ലാത്ത, ഉക്രൈൻ അല്ല, കിമ്മിനെ പോലെ ഒരു ലോക നേതാവിന്, ഒരു വിവരം കെട്ട നേതാവ് എന്ന് വേണമെങ്കിൽ പറയണം, യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ കുട്ടിക്കളിച്ച് നടക്കുന്ന, ബോംബ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അണുബോംബ് വെച്ച് കളിക്കാൻ ശ്രമിക്കുന്ന അയാൾക്ക് ന്യൂക്ലിയർ വെപ്പൺസ് കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു തീക്കളിയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതിന്റെ എല്ലാം പിന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ആവുക എന്ന ഗൂഢലക്ഷ്യത്തോടു കൂടി ഇതിന്റെ കർട്ടന് പിറകിൽ നിന്ന് കളിക്കുന്ന ശ്രീ ഡൊണാൾഡ് ട്രംപ് ആണ്. എന്റെ സുഹൃത്ത് സൂചിപ്പിച്ചിരിക്കുന്നെങ്കിലും അതാണ് അതിന്റെ വാസ്തവം. ഇന്ന് ലോകം മുഴുവൻ അറിയാവുന്നതാണ്. ലെറ്റ് മീ ഫിനിഷ്. ഇത് ലോകം മുഴുവൻ അറിയാവുന്നതാണ്. ട്രംപ് ആണ് ഇതിന്റെ പിന്നിൽ, കർട്ടന് പിറകിലിരുന്ന് ചരട് വലിച്ചു. കാരണം ട്രംപിന്റെ ഏറ്റവും മുതിർന്ന, ഏറ്റവും അടുത്ത സുഹൃത്താണ് റഷ്യ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാവുന്നതാണ് റഷ്യ അമേരിക്കയിൽ എങ്ങനെയാണ് ട്രംപ് അധികാരത്തിൽ വന്നതിനും അതിന്റെ പിന്നിൽ റഷ്യയുടെ സംഭാവന എന്തായിരുന്നെന്നും അതിനുശേഷം റഷ്യയുടെ കൂട്ടാളിയായിരുന്ന കിമ്മിനെയും റഷ്യയിലേക്ക് അടുപ്പിച്ച് ഒരു മൂന്നാം പുതിയൊരു ലോക കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ലോകത്തിന് മുഴുവൻ വെല്ലുവിളിയായിരിക്കുന്ന ട്രംപ് അതിനോടൊപ്പം ഈ പറഞ്ഞ കണക്ക് മരപ്പട്ടിക്ക് ഏതാണ് മറ്റൊരു ജീവി കൂട്ടെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇന്നുണ്ടായിരിക്കുന്നത്.
Thank you. laughable, Shanwas. You really ഒരു മുൻ laughable. അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ചാണ് അങ്ങ് ഈ പരാമർശം നടത്തിയത്. അത് മാത്രമല്ല, പാർലമെന്ററി ആണ്. അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയിൽ നിൽക്കാൻ പറ്റുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ലോകത്ത് മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഷാനവാസെ, ഞാൻ അതിന്റെ ഒരു പച്ചയായ യാഥാർത്ഥ്യം പറഞ്ഞു എന്നുള്ളതാണ്. ഈ പറഞ്ഞ റഷ്യ ഷാനവാസ്, ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. എന്തായാലും ഒരു അഭിഭാഷകൻ കൂടിയാണ്. ഇത് പറഞ്ഞതിന്റെ പേരിൽ എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നേരിടാൻ കൂടി അങ്ങ് തയ്യാറായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അത് മാത്രമല്ല ഷാനവാസ് പറഞ്ഞു എല്ലാവർക്കും അറിയാം ട്രംപും റഷ്യയും തമ്മിലുള്ള കൊളൂഷനെ പറ്റിയെന്ന്. നിങ്ങൾ 300 മില്യൺ മുടക്കി അന്വേഷിച്ചില്ലേ 4 വർഷം? 4 വർഷം ആ മനുഷ്യനെ വേട്ടയാടിയില്ലേ? എന്തെങ്കിലും ഒന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? നാണമില്ലേ ഷാനവാസ് ഇപ്പോഴും നുണ പറഞ്ഞുകൊണ്ടിരിക്കാൻ? അയ്യേ, എന്താണ് ഇത്തരം വിട്ടിത്തരങ്ങൾ വന്നിരിക്കുന്നത്? എത്ര ചാർജ് ഫയൽ ചെയ്ത് കഴിഞ്ഞു? അതെല്ലാം അദ്ദേഹത്തിന് ട്രംപ് നിരപരാധി. ട്രംപിനെ ലിങ്ക് ചെയ്യുന്ന ഒരു ഫയലും ഒരു റിപ്പോസിറ്ററിയിലും ആർക്കും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. സമാധാനപ്പെടും എന്റെ സുഹൃത്ത്, അല്പം സമാധാനപ്പെടും. ട്രംപിനെതിരെ നമുക്ക് നോക്കാം. ഈ ചർച്ച മറ്റുള്ളവരിലേക്ക് കൂടെ പോകണം. ആ പോകുന്ന സമയം കൊണ്ട് അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടൂരിന് ഈ ട്രംപും റഷ്യയുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാം, അത് മനസ്സിൽ വെക്കാം. കാരണം അത്തരത്തിലൊരു രേഖ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാണ് ശ്രീ വിൻസെന്റ് സേവ്യർ പറയുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ശ്രീ രാജേന്ദ്ര ഡിച്ച്പള്ളി. ശ്രീ രാജേന്ദ്ര, should the West be concerned about Kim's visit? Absolutely, because nuclear proliferation is a big concern for the world, especially America. And America, being one of the main leaders of the world, should be concerned about this. And as my friend rightly said, Vincent Xavier rightly said, Trump handled this issue better. He used a mixture of offbeat diplomacy and American might to contain and control the nuclear ambitions of North Korea and the partnership of North Korea and Russia. For all the things that Trump did or he did not do, I must appreciate the fact that, security of America was handled well during his period. Unfortunately, after he left, North Korea has become more aggressive in its approach in its nuclear ambitions, and that's a cause of concern for the whole world, because we are moving towards a very dangerous phase where this issue can trigger off a world war and realignment of forces, and it is a big concern for the whole world and America that this initiative should be handled in the right way for the better future of the world and preventing a huge conflict. So I hope America handles this very well and diplomatically resolves this issue of the ambitious nuclear program of North Korea. Okay, hopefully. So who will do that? That is the problem. Vincent was saying Trump was there, he was trying to do that, but now there is none to take care of such issues. As I said, I agree partly with Wilson that for all the things that Donald Trump did or did not do, the security, especially in handling North Korea, was handled well. He used a mixture of offbeat diplomacy where he walked into North Korea, shook hands with the North Korean president and spoke sense into him to refrain from its ambitious nuclear program. And he also displayed American might to deter them from pursuing aggressive policy. So we need more stronger leadership, especially in handling security issues that concern America, that concern nuclear proliferation and could trigger a third world war. And American leadership should be more proactive and more aggressive in this approach. Sean, being the youngest member in the panel, how do you perceive the interests of North Korea and Russia? What we see with North Korea and Russia is an axis of powers coming together. And I appreciate this question. We are seeing an alliance that we have not seen since World War II. We are seeing
Russia, we are seeing North Korea, we are seeing Iran, we are seeing China all team together to take down the West. We have been safe since Trump entered the office, and when Biden entered the office, things have gone awry. We saw during Trump's administration there was a lack of ballistic missile tests that were conducted during the Trump administration by North Korea. We saw during the North Korean Kim Jong-un visit when he met with Trump in North Korea, we found out from John Bolton in his book, The Room Where It All Happened, that Trump displayed American might. He actually displayed a video clip of what North Korea would look like if the US and North Korea were friends. What we've heard from this panel is the same, which is we're seeing North Korea conduct missiles day in and day out, and the Biden administration is practicing the diplomatic process of strategic patience, a program that the Obama administration practiced and actually told Trump, Obama told Trump back in November of 2016 that you should make North Korea your top priority, and Trump did that. Let's just think back to our memory. How many presidents have met with a North Korean dictator? I can only think of President Trump. He's the only one that crossed the border. He's the only one that shook his hand. We can call Kim Jong-un the nastiest thing in the dictionary, but we have to recognize there is a threat. He has shot ICBM missiles. We have seen an agreement between Russia and North Korea that they're now willing to exchange science and satellite technology. And what we're seeing here is an essential end to the sanction that Russia leveraged on North Korea way back when. And Russia is now supporting the North Korean leader, and we're seeing continuation of the Ukrainian war. The Ukrainian war is now has a new arms supplier, and that's North Korea, who will be willing to supply weapons that are sitting there in exchange for science and exchange for nuclear technology. That's a threat, and that's something that keeps me up at night. Empty threats from the Biden administration via press releases won't do anything. That's just the laughing stock, and we look embarrassing, and we look like a laughing stock, and I hope and pray that Trump re-enters the White House, because I will only feel safe when he's there. I just want to put into perspective, let's forget all the international policies. How much is gas right now? Have you gotten richer since the Biden administration took over? We've seen countless wars. We've seen more ICBM missiles. We've seen an escalation of war. I don't remember there being a Russian-Ukrainian war. I mean, you've mentioned that Trump is buddy-buddy with Russia. Why didn't Putin just conduct the war during the Trump administration? It didn't happen because Trump and Russia talked and made sure that there was no war. Trump met with Kim Jong-un and ensured that there was no war. We were safer during the Trump administration, regardless of all the cases he has. They can throw 25 more court cases against Trump. Trump will cruise through it and win, because just like in 2016, Trump had court cases. Once he entered and won the election, those court cases disappeared. So I'm not worried about them. That doesn't keep him up at night. I know he doesn't. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഒരു പുതിയ വേൾഡ് ഓർഡറിലേക്കാണ് നമുക്കൊന്നും മാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു പസിൽ മാച്ച് ചെയ്യുന്നത് പോലെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു വേൾഡ് ഓർഡറിലേക്ക് പോകുന്നു എന്ന് നമുക്ക് സംശയിക്കുന്നു. അപ്പോൾ ഈ കിം ജോങ് ഉന്നിന്റെ വാക്കുകൾ കൂടി കൂട്ടിവെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ ഇല്ലേ? ഇതെന്തായാലും ഒരു പ്രോബ്ലമായി വരും, ദിവസങ്ങളിൽ വരുമല്ലോ. യെസ്, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ അമേരിക്കൻ രീതിയിൽ അമേരിക്ക ചെയ്യുന്നതും അമേരിക്കയുടെ ഭരണ സംവിധാനവും അമേരിക്കയുടെ ഫോറിൻ പോളിസിയും എല്ലാമാണ് ശരി എന്ന ഒരു ലെൻസും മാറ്റിവെച്ചിട്ട് എന്താണ് മറ്റു രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അല്ലാതെ നമ്മളുടെ ഗുണ്ടായുസം ഇനി നടപ്പാവില്ല, ഇത്ര നാൾ നടപ്പായി, ഇനി നടപ്പാവില്ല എന്ന് ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞു. Now China is an equal force. So basically this is the time for retrospection. We have to understand that other countries have genuine concerns about the evil that is coming out of America. Just like the evils coming out of other places. It's not like America has no evil coming out of it. All the other places have everything evil. That's not true. I mean, American system is good, but at the same time, what the CIA does, they create a lot of problem for American drug enforcement agency in South America. The CIA, the American CIA, one of the American government agencies, they create problems for American DEA, Drug Enforcement Agency, because they have an agenda
that is beyond what American people want. So the solution is this: we want democratically elected leaders who are smarter than this establishment, and they will tell the establishment, you work for me, I don't work for you. That's what Trump said to CAA and other establishment folks. We don't have that in America for a very long time. That is why people like Trump. He is people's leader. He told that you work for me, I don't work for you. I am the people's leader. I am the people's president. You listen to me. And establishment will fight back. They will always fight back. All countries have establishment. The bureaucracy in India, the civil service, that is the establishment. They create more problems to the people and to the country than politicians. This is a reality. We have to understand that. So what we really need in America is a capable leader like Trump, like Vivek Ramaswamy, like Ron DeSantis, to win the presidency and lead the people from the front and tell the agencies, you do what we ask you to do. You don't do things above us. When they do things above us, that is when Ukraine war happens. Biden was initially reluctant to support Ukraine the way he is supporting now. Then what happened? Then this establishment started playing. Then they convinced Biden because Biden is not capable of telling no. So the problem with the Ukraine, everything that you talk about Ukraine as an innocent country, whatever area that Russia has taken over, they are majority Russian areas, majority Russian people. Otherwise, the people will resist. You talk about Crimea in 2014. I think it's 70-80% of the population is Russian. They belong to Russia. They logically belong to Russia. At the time of the agreement, maybe the Ukraine got, Crimea. But what I am saying is this: we need an American leadership that understands the world problems in their backyard. Do you understand if Pakistan has all the missiles that are pointing towards India, and if Pakistan joins NATO, that's the American-led organization, will you feel comfortable? That's the same thing if Ukraine joins NATO. All the missiles that are sitting in Poland now will move to Russian border. That is why Putin doesn't want Ukraine to be part of NATO. Common sense. Let us understand that common sense. Let us support common sense. Let us have solutions that will accommodate other people's genuine concerns. That is a solution. That is why we want a Republican to win in 2024. Not any Republican. Trump, DeSantis, or Vivek Ramaswamy. These people understand what's going on. Not Nikki Haley. Not weak leaders like George W. Bush or Biden. They will listen to the establishment. We want a leader who are smarter than the establishment. That's what we need, and that's a solution. ഓക്കെ, അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടൂർ, ഇപ്പോൾ കിം ജോങ് ഉൻ റഷ്യ സന്ദർശിക്കുന്ന അതേ വേളയിൽ ജപ്പാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഇക്കണോമിക് സോൺ ഏരിയയിൽ ഉത്തര കൊറിയ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽസ് പരീക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് കൊറിയയിൽ കിം ജോങ് ഉന്നിന്റെ പ്രസൻസ് പോലും വേണ്ട ഇത്തരത്തിലൊരു പരീക്ഷണം നടത്താൻ, അല്ലെങ്കിൽ ഒന്ന് അയൽ രാജ്യങ്ങളെ ഭയപ്പെടുത്താൻ എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ഷോൺ പറയുന്നു ബൈഡൻ്റേതൊരു സ്ട്രാറ്റജിക് പേഷ്യൻസ് ആണ്. അപ്പോൾ അത്തരത്തിലൊരു സ്ട്രാറ്റജിക് പേഷ്യൻസ് ആണോ ഇപ്പോൾ ആവശ്യം എന്നതൊന്ന്. മൂന്നാമത്തെ കാര്യം, ഇതിനൊക്കെ പിന്നിൽ ട്രംപിന്റെ ഒരു തിരക്കഥ ഉണ്ട് എന്ന് പറയുന്ന ഡെമോക്രാറ്റുകൾ അടക്കമുള്ളവർ, അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഇതെങ്ങനെ ഒരു ട്രംപിന്റെ തിരക്കഥയാകും? ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുസൃതിക്കാരനായ ചെറുക്കൻ ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് ആ രാജ്യത്തില്ലായിട്ട് പോലും അവിടെ നിന്ന് പടപടാന്ന് മിസൈലുകൾ പറന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ടത്, അദ്ദേഹം ഇന്ന് റഷ്യയിൽ പോയി പുടിനുമായി സംസാരിച്ചു. പുടിൻ ഒരായുധമായിട്ട് കിമ്മിനെ ഉപയോഗിക്കില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കിമ്മിന് ന്യൂക്ലിയർ വെപ്പൺ വഹിക്കാൻ കഴിവുള്ള മിസൈലുകളും ആ ടെക്നോളജിയും കൈമാറിയിട്ട് റഷ്യക്ക് വേണ്ടി ഒരു മിസൈൽ കൊടുക്കാൻ പറഞ്ഞാൽ ആ ഒരു മിസൈൽ ഉത്തര കൊറിയയിൽ നിന്ന് കിങ് കൊടുത്തു വിടുകയാണെങ്കിൽ, ഉക്രൈനിൽ വീഴുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു മൂന്നാം ലോക കൊടുത്തു വിടുകയാണെങ്കിലെന്നല്ല, സോവിയറ്റ് കാലത്തുള്ള അനേകം മിസൈലുകളും ആയുധങ്ങളും കിമ്മിന്റെ കയ്യിലുണ്ട്. അപ്പൊ അത് ആക്രി വിലയ്ക്ക് റഷ്യക്ക് കൊടുത്തെന്ന് പറഞ്ഞാലും കിമ്മിന് അത് ലാഭമേ ഉള്ളൂ. ആക്രി വിലയ്ക്ക് കൊടുക്കുക മാത്രമല്ല, ഈ ഒരു കൂടിക്കാഴ്ചയിലൂടെ ഒരുപക്ഷെ കിമ്മിന് വേണ്ട വാഗ്ദാനങ്ങൾ നൽകുകയായിരിക്കും. ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളാം, നീ വരണം പൊട്ടിച്ചോളൂ എന്ന് പറയുമ്പോൾ റഷ്യ അണുവായുധം പൊട്ടിച്ചു എന്നുള്ള പേരുദോഷം കിട്ടാതിരിക്കുകയും ഉക്രൈന്റെ മേലിൽ അത് വീഴുകയും ചെയ്യും. ഉക്രൈൻ അത് ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. അങ്ങനെ ഒരു ആണവായുധം ഇന്ന് തൊടുക്കുകയാണെങ്കിൽ
പിന്നെ അതിനകത്ത് രണ്ടാമതൊരു തോട്ടുണ്ടാവാൻ പോകുന്നില്ല, ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കായിരിക്കും അത് നയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു ആയുധ കച്ചവടത്തെ യാതൊരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുവാൻ പാടില്ല എന്ന് UN, അമേരിക്ക ഉൾപ്പെടെയുള്ള സകല 3 രാജ്യങ്ങളും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ആയുധ കച്ചവടങ്ങൾ നടത്തുകയാണെങ്കിൽ റഷ്യക്കും ഉക്രൈനുമെതിരെ പുതിയ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ഒരു സമ്പ്രദായം വന്നെങ്കിൽ ഈ നമ്മുടെ ഈ ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ അപകടമായി തീരുന്നതായിരിക്കും. അത് എത്രയും പെട്ടെന്ന് നമ്മൾ ലോകരാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്ന് നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ അപകടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയില്ല. ഐക്യരാഷ്ട്രസഭ വിഭാവനം ചെയ്യുന്ന എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് നടന്നതെന്നാണ് പൊതുവായ വിലയിരുത്തൽ. അവിടെ ഒരു ആംസ് ഡീൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 18 മാസം നീണ്ട യുക്രൈൻ യുദ്ധത്തിന്റെ ഭാവി എന്താകും, ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങൾ കൈമാറും, ഈ പറയുന്ന ഒരു വികൃതി കുട്ടിയുടെ കയ്യിൽ ന്യൂക്ലിയർ രഹസ്യം ലഭിച്ചാൽ അയാൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും, ഇതൊക്കെ നമുക്ക് അല്പം ഭീതിയോടെ തന്നെ നോക്കി കാണേണ്ട കാര്യമാണ്. പക്ഷേ അങ്ങ് പറയുന്നത് പോലെ ഒരു ശുഭാപ്തി വിശ്വാസം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇതൊന്നും അങ്ങനെ നെഗറ്റീവായി സംഭവിക്കില്ല. ഈ ലോകം ഇതേപോലെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലും ഒക്കെ തട്ടിമുട്ടി പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും താങ്ക് യു വെരി മച്ച് ശ്രീ വിൻസെന്റ് സേവ്യർ, അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടൂർ, ശ്രീ രാജേന്ദ്ര ഡിച്ച്പള്ളി ആൻഡ് ഷോൺ ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് ഡിസ്കഷൻ. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എന്തായാലും റോക്കറ്റ് മാൻ റഷ്യയിലെത്തി. അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്ന് നാം കണ്ടു. ഇനി കാണാനിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും ഇതിന്റെ പരിണിത ഫലങ്ങളെന്നാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്.